കഴിഞ്ഞ ദിവസം ലക്ഷ്മികാന്തൻ എന്നയാളുടെ കൊലപാതകം അക്കാലത്തെ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ത്യാഗരാജ ഭാഗവതരെയും NS കൃഷ്ണനെയും ശ്രീരാമലു എന്ന നിർമ്മാതാവും സംവിധായകനുമായിരുന്ന ആളെയും എങ്ങനെയാണ് ബാധിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നതുവരെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്തായിരുന്നു ആ കൊലപാതകത്തിലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. ലക്ഷ്മികാന്തൻ വധം എന്ന കഥയുടെ രണ്ടാം ഭാഗം അന്വേഷണാത്മകമായ ഒരു പത്രവാർത്തയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരണമാണ്. കേട്ടു നോക്കാം. 1945 ഏപ്രിൽ 2 ജസ്റ്റിസ് വേര മെക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ വാദം കേട്ടത്. 9 പേരടങ്ങുന്ന ജൂറി 30 സാക്ഷികളെ വിസ്തരിച്ചു. വിചാരണ ദിവസം സൂപ്പർ സ്റ്റാർ ഭാഗവതർ ഉൾപ്പെടെയുള്ള പ്രതികളെ കൈവിലങ്ങിട്ട് കോടതിയുടെ താഴത്തെ നിലയിലെത്തിക്കും. കേസ് വിളിക്കുമ്പോൾ മുകളിൽ കോടതി മുറിയിലെത്തിക്കും. അതുവരെ വിലങ്ങുമായി ഇരിക്കേണ്ടി വരും. പ്രോസിക്യൂഷനും ശക്തമായിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ PV രാജമണ്ണാർ, അദ്ദേഹം പിന്നീട് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി. ഗോവിന്ദമേനോൻ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയുമായി എന്നിവരാണ് ഹാജരായത്. സിനിമാ ദൂതിലും ഹിന്ദു നാഷണലിലും ലക്ഷ്മികാന്തൻ ഭാഗവതർക്കെതിരെയും കൃഷ്ണനെതിരെയും പ്രസിദ്ധീകരിച്ച അപകീർത്തികരമായ ലേഖനങ്ങൾ, കുത്താൻ ഉപയോഗിച്ച കത്തി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഭാഗവതരുടെ കണക്ക് പുസ്തകം, ഇതിൽ ഈ പ്രതികളായ ആൾക്കാർക്കൊക്കെ പണം കൊടുത്തായിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു. ഇവയെല്ലാം തെളിവായി. മാപ്പുസാക്ഷിയായ ജയാനന്ദൻ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രതികളെ കോടതിയിൽ തിരിച്ചറിഞ്ഞു. ലക്ഷ്മികാന്തനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യം പരിശോധിച്ച ഡോക്ടർ ജോസഫിനെ കോടതി വിളിപ്പിച്ചില്ല. ജഡ്ജി അത് സൂചിപ്പിച്ചു എങ്കിലും അതിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. അതിനാൽ കോടതി ഡോക്ടറുടെ കേസ് ഷീറ്റ് മാത്രം പരിശോധിച്ചു. ലക്ഷ്മികാന്തൻ ഡോക്ടർക്ക് നൽകിയ മൊഴിയിൽ വടിവേലുവിന്റെയോ നാഗലിംഗത്തിന്റെയോ പേര് പരാമർശിച്ചിരുന്നില്ല. ലക്ഷ്മികാന്തന്റെ വൃക്കയുടെ പ്രവർത്തനം തകരാറായതാണ് മരണകാരണം. എന്നാൽ കത്തി കുത്തിയിറങ്ങിയ ഭാഗത്ത് പ്രധാന ആന്തരാവയവങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമുയർന്നു. ഓപ്പറേഷന്റെ ഇടയ്ക്ക് വല്ല കൈപ്പിഴ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമായിരുന്നില്ല. പ്രതിഭാഗത്ത് നിന്നുള്ള അത്തരം ചോദ്യം ഒഴിവാക്കാനാണ് പ്രോസിക്യൂഷൻ ഡോക്ടറെ വിസ്തരിക്കാൻ വിളിക്കാതിരുന്നത്. പ്രതിഭാഗമാകട്ടെ മരണത്തെ നരഹത്യയായി മാത്രം കാണണമെന്നും കൊലപാതകമായി പരിഗണിക്കരുതെന്നും മാത്രമാണ് അപേക്ഷിച്ചത്. ലക്ഷ്മികാന്തന് വൃക്കരോഗമോ മറ്റസുഖങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥിരീകരിക്കാനുമായില്ല. വടിവേലു മുമ്പും ലക്ഷ്മികാന്തനെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ തുടർച്ച മാത്രമായിരുന്നു രണ്ടാമത്തെ ആക്രമണമെന്നുള്ള പ്രധാന വാദം തക്ക രീതിയിൽ ഉപയോഗിക്കാനും പ്രതിഭാഗത്തിനായില്ല. ലക്ഷ്മികാന്തൻ വധക്കേസ് 1945 മെയ് 3 വിധി പറഞ്ഞു. സൂപ്പർ സ്റ്റാർ ത്യാഗരാജ ഭാഗവതർക്കും നടൻ കൃഷ്ണനും ജീവപര്യന്തം തടവ്. ഇരുവരും അപ്പീല് പോയി. പക്ഷെ യാതൊരു ഫലവും ഉണ്ടായില്ല. അതോടെ രണ്ടുപേർക്കും 30 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീടാണ് അപ്രതീക്ഷിതമായ ചിലത് സംഭവിച്ചത്. ഈ സ്വന്തം നിലപാടുകളിലും വ്യക്തിത്വത്തിലും എക്കാലവും ഉറച്ചു നിന്ന ഭാഗവതർ അങ്ങനെ ഒരാൾ ഇത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കാളിയാകുമെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ചരിത്രവും അത് ശരിവെക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റെഡ് ക്രോസിന് വേണ്ടി പ്രതിഫലമില്ലാതെ ഒട്ടേറെ സംഗീത പരിപാടികളിൽ പങ്കെടുത്ത് വലിയ തുക സുരക്കൂട്ടി നൽകിയ ആളാണ് ഭാഗവതർ. പകരം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ദിവാൻ ബഹാദൂർ പദവി താൻ തന്റെ കർമ്മം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് നിരസിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ട്രിച്ചിക്കടുത്തുള്ള തിരുവരമ്പൂർ ഗ്രാമം എഴുതി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞു. അതും വേണ്ടെന്ന് വെച്ചു. അതേ ഭാഗവതരുടെ 4ാം തലമുറയിൽപ്പെട്ട സായിറാം വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെയായത് മറ്റൊരു കഥ. ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇടപെട്ടാണ് 5 ലക്ഷം രൂപയും കുറഞ്ഞ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റും അനുവദിച്ചത് എന്ന് കേൾക്കുന്നു. അക്കാലത്ത് 110 പവൻ വീതമുള്ള 2 സ്വർണ്ണ തളികയിലായിരുന്നത്രേ ഭാഗവതർ വീട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇന്നത്തെ വിലയ്ക്ക് ഒരു 19 ലക്ഷം രൂപ വില വരും അതിന്. ഒരിക്കൽ ഒരു കവി സിനിമയിൽ കൂടുതൽ അവസരം ചോദിച്ച് ഭാഗവതരുടെ വീട്ടിലെത്തി. ഭാഗവതർ അതിഥിയെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഭൃത്യൻ ഭാഗവതർക്ക് സ്വർണ്ണത്തളികയും കവിക്ക് വാഴയിലയും ഇട്ടു. അത് ഇഷ്ടപ്പെടാതിരുന്ന ഭാഗവതർ ഇലയെടുത്തിട്ട് പകരം കവിക്ക് സ്വർണ്ണത്തളിക നൽകി.
ജയിലിൽ കിടക്കുമ്പോഴും ഭാഗവതര് ഇത് തന്റെ വിധി എന്ന മട്ടിലായിരുന്നു. എന്നാൽ കൂട്ടുപ്രതി നടൻ കൃഷ്ണന്റെ ഭാര്യ നടി VM മധുരം നിരന്തരമായി പരിശ്രമിച്ച് കേസ് ലണ്ടനിലെ പ്രിവി കൗൺസിലിന് മുന്നിലെത്തിച്ചു. പ്രഗത്ഭനായ ബ്രിട്ടീഷ് അഭിഭാഷകൻ DN പ്രിറ്റ് ഇരുവർക്കും വേണ്ടി ഹാജരായി. 4 അംഗ ബെഞ്ച് വീണ്ടും കേസ് പരിഗണിക്കാൻ മദ്രാസ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. കേസിൽ വാദം കേട്ട ജസ്റ്റിസ് ഷിഹാബുദ്ദീൻ പാക് പ്രതിഭാഗം വക്കീൽ VL എത്തിരാജ് സാക്ഷികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. എത്തിരാജിന്റെ വിസ്താരത്തെ 20-ാം നൂറ്റാണ്ടിലെ അത്ഭുതം എന്നാണ് CP രാമസ്വാമി അയ്യർ വിശേഷിപ്പിച്ചിരുന്നത്. പ്രോസിക്യൂഷന്റെ തെളിവുകൾക്ക് അടിത്തറയില്ലാത്തത് ഗുണമായി. പ്രതികളെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. അങ്ങനെ ത്യാഗരാജ ഭാഗവതരും കൃഷ്ണനും പുറത്തിറങ്ങി. തന്റെ 2ാമത്തെ സ്വർണ്ണത്തളിക ഭാഗവതർ എത്തിരാജിനാണ് നൽകിയത്. ചെന്നൈയിലെ എത്തിരാജ് വിമൻസ് കോളേജ് സ്ഥാപകൻ കൂടിയായ എത്തിരാജ് 1960-ൽ മരിക്കുന്നത് വരെ ഈ തളികയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. 1947-ൽ ഭാഗവതർ ജയിൽ മോചിതനാകുന്നതിന് മുമ്പ് തന്നെ 12 ചിത്രങ്ങൾക്കായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന് രാജമുക്തി, ശ്യാമള, അമരകവി, ശിവഗാമി, പുതുവാഴ്വ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും അതൊന്നും തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല. ഭാഗവതരുടെ മരണശേഷം റിലീസായ ചിത്രമായിരുന്നു ശിവഗാമി. ഇതിൽ ഭക്തനായ സാക്ഷാൽ ത്യാഗരാജ ഭാഗവതരായി തന്നെയായിരുന്നു വേഷമിട്ടത്. പിന്നീട് സിനിമയോടുള്ള ഭാഗവതരുടെ താല്പര്യം കുറഞ്ഞു. സമ്പത്തിന്റെ ഏറിയ പങ്കും കേസ് നടത്തി നഷ്ടപ്പെട്ടിരുന്നു. പ്രശസ്തി കേവലം ഭ്രമം മാത്രമെന്ന് തിരിച്ചറിഞ്ഞ് സംഗീതം മാത്രമായിരുന്നു പിന്നീടുള്ള ഭാഗവതരുടെ ജീവിതം. സൂപ്പർ താരമെന്ന സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീത കച്ചേരികൾക്ക് വലിയ ആൾക്കൂട്ടമായിരുന്നു. CN അണ്ണാദുരെ DMK-യിൽ ചേർക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും ദൈവസങ്കല്പത്തിന് വിരുദ്ധമായ അവരുടെ ആശയഗതികളോട് യോജിക്കാത്തതായതിനാൽ താല്പര്യപ്പെട്ടില്ല. കോൺഗ്രസിലേക്ക് സാക്ഷാൽ കാമരാജ് ക്ഷണിച്ചെങ്കിലും അതും നിരസിച്ചു. ക്ഷേത്രങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കച്ചേരികൾക്ക് ഭാഗവതർ പണം വാങ്ങിയില്ല. ഒരിടത്ത് വെള്ളിത്തളിക ഉപഹാരമായി നൽകിയത് സ്വീകരിച്ചുമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് വെള്ളി സ്വർണ്ണ തളികകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ പറഞ്ഞു, എന്നെപ്പോലെ ഉന്നതിയിൽ ജീവിച്ചവരാരുമില്ല, എന്നെപ്പോലെ അധപ്പതിച്ചവനും ആരുമില്ല. ആത്മീയവും സ്വസ്ഥവുമായ മറ്റൊരു ആന്തരിക ജീവിതത്തിലേക്ക് ഭാഗവതർ മാറിക്കഴിഞ്ഞു. ശിഷ്ടജീവിതം ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് മാറ്റിവെച്ചു. ഇതിനിടെ പ്രമേഹവും കടുത്ത രക്തസമ്മർദ്ദവും അദ്ദേഹത്തെ വലച്ചു. ഇൻസുലിൻ കുത്തിവെപ്പ് മുടങ്ങാതെ എടുത്തുകൊണ്ടിരുന്നു. മരിക്കുന്നതിന് 10 ദിവസം മുമ്പ് പൊള്ളാച്ചിയിലെ ഒരു കച്ചേരി കഴിഞ്ഞ് ഒരു ആരാധകൻ നൽകിയ നാട്ടുമരുന്ന് കഴിച്ചത് അബദ്ധമായി എന്ന് പറയപ്പെടുന്നു. അസ്വസ്ഥത കൂടി മദ്രാസിലെ ആശുപത്രിയിലേക്ക് പോകാൻ രാത്രി പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഘോരമായ അന്ധകാരം. ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ല ലക്ഷണമല്ല, വിധി പോലെ വരൂ എന്ന് പറഞ്ഞ ഭാഗവതർ മദ്രാസിലേക്ക് യാത്രയായി. 1959 ഒക്ടോബർ 22-ാം തീയതി അഡ്മിറ്റായ ത്യാഗരാജ ഭാഗവതർ നവംബർ 1-ാം തീയതി മരിച്ചു. സമ്പത്ത് കുറഞ്ഞിരിക്കാം, പക്ഷേ ദാരിദ്ര്യത്തിലല്ല അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിനായി എന്തിനും തയ്യാറായി ആരാധകരായ സമ്പന്നരും വ്യവസായികളുമായി ഒരുപാട് പേർ അന്നും മദ്രാശിയിലുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ കണ്ട ആളായിട്ടാണ് ഭാഗവതർ മാറിയത്. യുക്തിവാദത്തെ പിന്തുണയ്ക്കുന്ന കഥാസാരമുള്ള സിനിമയ്ക്ക് 1 ലക്ഷം രൂപ പറഞ്ഞിട്ടും അദ്ദേഹം അഭിനയിച്ചില്ല. ഉയർന്നു വരുന്ന താരം ശിവാജി ഗണേശനോടൊപ്പം അഭിനയിക്കാൻ പ്രധാന താരത്തെക്കാൾ 10,000 രൂപ അധികം വാഗ്ദാനം ചെയ്തിട്ടും അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. സൂപ്പർ സ്റ്റാർ എന്ന സ്ഥാനത്തിന് ഊനം തട്ടി എന്നല്ലാതെ അദ്ദേഹം അവഗണിക്കപ്പെട്ടില്ല, വിസ്മരിക്കപ്പെട്ടുമില്ല. യഥാർത്ഥത്തിൽ നടൻ കൃഷ്ണനെയാണ് ആ കേസ് നടത്തിപ്പ് വല്ലാതെ ബാധിച്ചത്. വിധി വന്ന ശേഷം കൃഷ്ണൻ പത്നി മധുവുമൊത്ത് സിനിമയിൽ സജീവമാവുകയും കലൈവാണൻ എന്ന പേരിൽ തുടർന്നും കാണികളെ ചിരിപ്പിക്കുകയും ചെയ്തു. DMK-യിൽ അംഗത്വമെടുത്ത് രാഷ്ട്രീയത്തിലും സജീവമായി. പക്ഷേ ജയിൽ മോചിതനായി 10 വർഷത്തിന് ശേഷം 1957 ഓഗസ്റ്റ് 30-ന് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ജനറൽ ആശുപത്രി വെച്ച് മരിക്കുമ്പോൾ കുടുംബം മുഴുവൻ കടക്കണിയിലായിരുന്നു. അത്രയ്ക്കായിരുന്നു കേസ് നടത്തിപ്പിന്റെ ഭാരം. ഭാഗവതരാവട്ടെ രാജാവിനെ പോലെ തന്നെയാണ് മരിച്ചത്. ട്രിച്ചിയിലെ വീട്ടിൽ നിന്ന് നഗരാതിർത്തിയിലെ ശ്മശാനത്തിലെത്താൻ 4 മണിക്കൂർ എടുത്തു.
ആയിരങ്ങളാണ് വഴിയിലുടനീളം അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം കാണാൻ കാത്തു നിന്നത്. ഭാഗവതരും കൃഷ്ണനും അങ്ങനെ 2 വർഷത്തെ ഇടവേളയിൽ ഒരേ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അപ്പോഴും ജനം ചോദിച്ചു, ആരായിരുന്നു ലക്ഷ്മികാന്തൻ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ആസൂത്രകൻ? അത് ഒരു തെളിയാത്ത കേസായി അവശേഷിച്ചു. എങ്ങനെയുണ്ട് മദ്രാസിലെ ഈ കൊലപാതക കഥ? രസമില്ലേ കേട്ടിരിക്കാൻ? നന്ദി, നമസ്കാരം.